സമൃദ്ധിയും സന്തോഷവും ഐശ്വര്യവും സമാധാനവും ജീവിതത്തിൽ നിറയട്ടെ. ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മീരയ്ക്ക് കൃഷ്ണപുരത്ത് കുടുംബക്ഷേത്രത്തിൽ പൂജ ഉണ്ടാവും അല്ലേ? വൈകിട്ട് ദീപാരാധനയും പൂജയുണ്ട്. രാവിലെ ഇവിടുത്തെ ക്ഷേത്രത്തിൽ പോകാമെന്നും കരുതി. അമ്മ ഇന്ന് വഴിപാട് കഴിക്കാൻ പോണെന്ന് പറഞ്ഞിരുന്നതല്ലേ? സുഭദ്രേച്ചി വിളിച്ചു പറഞ്ഞതാ. നമുക്ക് രാവിലെ അങ്ങോട്ട് പോകാം. തിരിച്ചു വരാൻ ചിലപ്പോൾ വൈകിയേക്കും. മീര വന്ന വൈകിട്ടത്തെ പൂജയ്ക്ക് എത്താൻ താമസിച്ചാലോ? അത് സാരമില്ല, ഞാൻ വരുന്നില്ല. നിങ്ങൾ എല്ലാരും പോയിട്ട് വന്നോളൂ. എല്ലാരും എന്ന് പറഞ്ഞ അമ്മയും അഭിയും മാത്രമേ ഉള്ളൂ. എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. എന്ത് പരിപാടി? ജിമ്മിലെ കാര്യങ്ങൾ തന്നെ, അല്ലാതെ പിന്നെന്താ? മാസത്തിലൊരുട്ടം മാത്രമായി ജീവിക്കുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ, അവരുടെ ആസ്ഥാന ഗുരുവല്ലേ ഇദ്ദേഹം. ആദർശ് മീരയുടെ കൂടെ പോവല്ലേ? അല്ല, എനിക്ക് ഉച്ചയ്ക്ക് ശേഷം കമ്പനിയുടെ ആവശ്യത്തിന് 1-2 പേര് കാണാനുണ്ട്. അപ്പോ കൃഷ്ണപുരത്തേക്ക് മീരമോൾ ഒറ്റയ്ക്കാണോ? അച്ഛനും ബീനാമിയും മുത്തശ്ശിയും പിന്നെ അവിടുന്ന് ബാക്കി എല്ലാരും വരും. ശരി, എന്നാ പിന്നെ അങ്ങനെയാകട്ടെ. അപ്പോ എല്ലാവർക്കും ഒരു ഐശ്വര്യമുള്ള വർഷമാവട്ടെ. നമസ്കാരം. ക്ഷേത്രത്തിൽ പോയല്ലേ? അതെ. ഞാൻ വെളുപ്പിന് പോയി തൊഴുതു വന്നു. ആണോ? നന്നായി. ദാ താക്കോൽ. ഞാനത് വീട്ടിലെത്തിച്ച് തന്നേനെ. തിരുമേനി ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞതുകൊണ്ടാ വഴി കാണാന്ന് പറഞ്ഞത്. അതിപ്പോ എളുപ്പമായില്ലേ? ഞാൻ നേരത്തെ ചെന്നെല്ലാം ഒരുക്കി വെച്ചോളാം. വിഷു ആയതുകൊണ്ട് കുടുംബക്കാരെല്ലാരും ഉണ്ടാവുമല്ലേ? അമ്മാവന്റെ വീട്ടിൽ നിന്ന് എല്ലാരും ഉണ്ടാവും. പിന്നെ അച്ഛനും ബീനാമയും വരും. ആദർശ് സാറും അമ്മയൊന്നും വരില്ലേ? ആദർശേട്ടന് വൈകിട്ട് കമ്പനിയുടെ ഒരു ആവശ്യത്തിന് ആരെയോ കാണാൻ പോണോന്ന് പറഞ്ഞു. പിന്നെ അമ്മയും അഭിയേച്ചിയും സുഭദ്രേന്റെയും പുറത്തൊരു ക്ഷേത്രത്തില് വഴിപാടൊക്കെ നടത്താൻ പോയിരിക്കുക. അതുകൊണ്ട് അവരാരും ഉണ്ടാവില്ല. ശരി, എന്നാ അങ്ങനെ ആവട്ടെ. ഇനി വീട്ടിലേക്കാവൂല്ലേ? 1-2 സാധനങ്ങൾ വാങ്ങാനുണ്ട്, എന്നിട്ട് വീട്ടിലേക്ക് പോകും. ഊണ് കഴിഞ്ഞ് കൃഷ്ണപുരത്തേക്ക് പോയി എല്ലാം ഒരുക്കി വെച്ചോളാം. ശരി, എന്നാ ഞാൻ ചെല്ലട്ടെ. ശരി. നല്ലൊരു ദിവസമായിട്ട് ഇതൊക്കെ എവിടുന്ന് കുറ്റിയും പറിച്ചു വരുന്നെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. എനിക്കത് വേണം. കൈ കാശില്ലാതെ കയറി വന്നിട്ട് എനിക്കത് വേണമെന്ന് പറഞ്ഞാൽ വെറുതെ എടുത്തു തരാനൊന്നും പറ്റത്തില്ല. എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ, നോക്കിയേ. ഇതിനെയൊക്കെ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കുന്നേ? ഈ പൈസക്ക് ഇതൊന്നും കിട്ടില്ല. അതിനൊക്കെ വേറെ വലിയ നോട്ട് വേണം. എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ, എനിക്ക് താ മാമ. എന്റെ പൊന്നെ, ഇവിടെ നിന്ന് പോയി തരുവോ? എന്താ പ്രശ്നം? എന്റെ പൊന്നു മേഡം, രാവിലെ ഓരോ ശല്യങ്ങളും മനുഷ്യന്റെ മനസമാധാനങ്ങളെ കേറി വന്നോളും. കയ്യിലൊരു നാണയം വെച്ചോട്ട് അത് വേണം ഇത് വേണമെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എങ്ങനെ എടുത്തു കൊടുക്കാനാ? ഏതായി കുട്ടി? ഞാൻ ഉണ്ണിയാ, ഉണ്ണിക്കുട്ടൻ. അമ്മ ഉണ്ണിക്കണ്ണാന്ന് വിളിക്കും. ആണോ? ഉണ്ണിക്കണ്ണന്റെ അമ്മയും അച്ഛനൊക്കെ എവിടെ? അവരൊക്കെ അങ്ങ് ദൂരെയാ. ദൂരെയോ? ദൂരെ എവിടെ? ദൂരെന്ന് പറഞ്ഞാ ഒരുപാട് ദൂരെയാ, അത്രേ എനിക്കറിയൂ. ഇതൊക്കെ ഞാൻ കുറെ ചോദിച്ചാ മേഡം. എവിടുന്ന് വന്നുവെന്നോ ആരുടെ കൂടെ വന്നുവെന്നോ ഒന്നും അറിയില്ല. പോലീസുകാരെയൊക്കെ വിളിച്ചേൽപ്പിച്ച പിന്നെ അതിന്റെ പുറകെ തൂങ്ങാൻ നിൽക്കണം. മാമ എനിക്കത് തരുമോ? ഒന്ന് മിണ്ടാതിരിക്കോ? മോനെ, അത് ഞാൻ വാങ്ങിച്ചു തരാട്ടോ. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ മേഡം? ഇതൊരു കുഞ്ഞല്ലേ, അതങ്ങോട്ടത്തേക്ക്. ശരി. മേഡത്തിന് എന്താ വേണ്ടത്? മിക്സഡ് സ്വീറ്റ്സിന്റെ ഒരു പാക്കറ്റ് വേണം. ഓ ശരി. ഇതെനിക്ക് വേണ്ട, എനിക്ക്
ഇഷ്ടമല്ല ഇത്. അതെന്താ ഇഷ്ടമായിട്ടല്ലേ അത് വേണോന്ന് പറഞ്ഞത്? എനിക്കിഷ്ടമുള്ളതൊന്നും ഇവിടെ ഇല്ല. എനിക്ക് വിശക്കുന്നുണ്ടാ അത് മതിയെന്ന് പറഞ്ഞത്. മോൻ എന്താ കഴിക്കാൻ ഇഷ്ടം? എനിക്ക് ചോറും തൈരും ഉപ്പിലിട്ട മാങ്ങയും വേണം. തരോ? തരാലോ. സത്യം? സത്യം. എന്നാ ഞാൻ കൂടെ വരട്ടെ? ആ മേഡം, ഇതാ മേഡം, എത്രയായി? 325 രൂപ. ഓക്കെ, ബില്ല് തരാം. വാ മോനെ. വാ. നല്ല വീടാണല്ലോ. മോന് ഇഷ്ടായോ? ഹായ്. മോന്റെ വീട് എവിടെയാണെന്ന് പറഞ്ഞാ ഞാൻ മോനെ അവിടെ കൊണ്ടാക്കാം. ഇന്ന് വിഷു അല്ലേ? നല്ലൊരു ദിവസമായിട്ട് മോനെ കാണാതിരുന്ന അച്ഛനും അമ്മയ്ക്കും ഒക്കെ വിഷമാവില്ലേ? ഇന്ന് വിഷു ആണോ? അതെ, വിഷുവിന് നമ്മൾ എന്താ ചെയ്യാ? വിഷുവിന് നമ്മൾ കണി കാണും, കൈനീട്ടം കൊടുക്കും, ചിലര് പടക്കം പൊട്ടിക്കും. അങ്ങനെ ആഘോഷങ്ങളല്ലേ? എന്താ കണി കാണുക? ഇവിടെ കണിയുണ്ടോ? ഉണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം. മോൻ വാ. ഇതാണ് വിഷു ദിവസം നമ്മൾ ആദ്യം കാണുന്ന കണി. ഉണർന്ന് കണ്ണു തുറക്കുമ്പോ ആദ്യം കാണുന്നതിനെയാ കണി എന്ന് പറയുന്നത്. ആ മാമ്പഴം എനിക്ക് തരുമോ? തരാലോ. ദാ. ദാ, ഇത് മോൻ കൈനീട്ടായിട്ട് വെച്ചു. മോന് വിശക്കുന്നു പറഞ്ഞല്ലേ, ആഹാരം എടുത്തു തരാം. വാ. ചോറും തൈരും കണ്ണിമാങ്ങ ഉപ്പിലിട്ടതും തരാന്ന് പറഞ്ഞല്ലോ. തരാലോ, വാ. ദാ, തൈരും മോന് ഇഷ്ടമുള്ള കണ്ണിമാങ്ങ ഉപ്പിലിട്ടതുണ്ട്. ഇനി മോൻ കഴിച്ചോ. മോൻ കഴിച്ചു. ഞാനേ ഒരാളെ വിളിച്ചിട്ട് വരാം. ആരെയാ? ആദർശേട്ടനെ. മോനെ കാണുമ്പോ ആദർശേട്ടന് വലിയ സന്തോഷമാവും. ഞാൻ ഇപ്പൊ വരാവേ. മോൻ കഴിച്ചു. ആ, താൻ വന്നോ? താനെന്താ മീര ഇത്രയും വൈകി? അതൊക്കെ പറയാം. ആദർശേട്ടൻ ഇങ്ങോട്ട് വന്നേ. ആദർശേട്ടനെ കാണാൻ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. വാ. ഗസ്റ്റോ? ആരുടെ കാര്യം താനീ പറയുന്നത്? അത് പറയുന്നതിലും നല്ലത് നേരിട്ട് കാണുന്നതാ. മീരിതെന്താ കുട്ടികളെ പോലെ? ഞാൻ വർക്ക് ചെയ്യുന്ന താൻ കാണുന്നില്ലേ? കാര്യം എന്താന്ന് വെച്ചാ പറ. അത് ആദർശേട്ടാ, ഞാൻ ഇന്ന് ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഒരു കുഞ്ഞ് കടയിൽ നിന്ന് ഭക്ഷണത്തിനായി കരയുന്ന കണ്ടു. എന്നിട്ട്? പാവം, വിശന്ന് ഭക്ഷണം ചോദിച്ചപ്പോ കടക്കാരൻ പൈസ കയ്യിലില്ലാത്തതിന്റെ പേരില് ആ കുഞ്ഞിനെ വഴക്ക് പറഞ്ഞ് ആട്ടി ഓടിക്കുന്ന സമയത്താ ഞാൻ ആ കടയിലേക്ക് ചെന്നത്. കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാനവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. ഇങ്ങോട്ടോ? ആ, അവൻ താഴെയിരുന്ന് ഭക്ഷണം കഴിക്കുക. അവനെ കാണിക്കാനാ ഞാൻ ആദർശേട്ടനോട് വരാൻ പറഞ്ഞത്. മീരിക്കിതെന്താ? തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തറിഞ്ഞിട്ടാ വഴി കണ്ട കൊച്ചിനെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വന്നത്? ആദർശേട്ടൻ, ഞാൻ ഇവിടെ ഒന്നാമതേ ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ കാരണം തല മരവിച്ചിരിക്കുക. അതിനിടയിലാണ് അടുത്ത പ്രശ്നം. വിശക്കുന്ന ഒരു കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നോണ്ട് എന്താ ആദർശേട്ട പ്രശ്നം? അതുകൊണ്ട് നമുക്ക് ദോഷമല്ല, നന്മയുണ്ടാകത്തുള്ളൂ. ഇതൊക്കെ വെറുതെ പറയാൻ കൊള്ളാം. ഇന്നത്തെ കാലത്ത് ആരെയും സഹായിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് സ്വന്തം കുഴി തോണ്ടുന്ന പോലെയാ. ആ കുട്ടിയെ ആരെങ്കിലും എവിടെ നിന്നെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് വന്നിട്ട് വഴിയിൽ ഉപേക്ഷിച്ചതാണെങ്കിലോ? കുറ്റക്കാരിയാകാൻ പോകുന്നതേ സഹായിക്കാൻ ശ്രമിച്ച മീരയായിരിക്കും. അങ്ങനൊന്നും ആവില്ല ആദർശേട്ടാ. അതിന് തനിക്ക് എന്താ ഇത്ര ഉറപ്പ്? ശരി, ആരും മോഷ്ടിച്ചുകൊണ്ട് വന്നതല്ല.
ഇനി ആ കുട്ടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ഓടി വന്നതായിക്കൂടെ? ഈസ്റ്റർ ദിനത്തിൽ മലയാളത്തിന്റെ മനസ്സറിഞ്ഞ പ്രിയ താരങ്ങൾ പ്രേക്ഷകർക്കിടയിലേക്ക്. ഒന്ന് മമ്മൂക്ക, 2 ചാക്കോച്ചൻ. പച്ച വെള്ളം കുടിക്കാൻ കിട്ടുന്നത് എന്റെ ഭാഗ്യമാണ്. പഴയ മിമിക്രിക്കാരനായിരുന്നു. അത് മറ്റേ സ്കിറ്റ് കളിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ സ്കിറ്റ് കളിക്കണത് വില്ലടിച്ചാൻ പാട്ടിന്റെ കൂടെയാണോ? സൗഹൃദത്തിന്റെ കഥ പറഞ്ഞ നിറസല്ലാപം അവസാന ഭാഗം ഏപ്രിൽ 20 ഞായറാഴ്ച ഈസ്റ്റർ ദിനത്തിൽ ഉച്ചയ്ക്ക് 1:30. ആ കൊച്ചിന്റെ പുറകെ പോലീസ് ഉണ്ടാവില്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല ആദർശേട്ടാ, അത് കുഞ്ഞിന്റെ മുഖം കണ്ടാൽ തന്നെ ആദർശേട്ടന് മനസ്സിലാവും. എത്ര ഓമനത്തുള്ള കുഞ്ഞാവനെന്നറിയോ? മീര എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. വഴി കാണുന്നവരൊക്കെ വിളിച്ചുകൊണ്ട് വരാനും ഭക്ഷണം കൊടുക്കാനും ഒന്നും ഇവിടെ പറ്റില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാ അത് ബാധിക്കാൻ പോകുന്നത് ഈ വീടിനെയാ. ഒന്നാമത് ഒരു പ്രശ്നം കിട്ടാനും അത് ആഘോഷിക്കാനും നോക്കിയിരിക്കുന്നവരാ ചുറ്റിലുള്ളവര്. അത് മനസ്സിലാക്കി വേണം ഓരോന്നൊക്കെ ചെയ്തു കൂട്ടാൻ. ആദർശന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം അല്ല ഞാൻ പ്രതീക്ഷിച്ചത്. ആ കുഞ്ഞിന്റെ കാര്യം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അവിടെ വന്ന് കാണുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. കാര്യങ്ങളെ പ്രാക്ടിക്കലായിട്ട് കാണും മീരേ. എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ പറഞ്ഞുവിട്. അതെങ്ങനെയാ ആദർശേട്ടാ? അതൊരു ചെറിയ കുട്ടിയല്ലേ. അതിനെ എന്ത് വിശ്വസിച്ചാ വഴിയിൽ ഉപേക്ഷിക്കുന്നത്? ഇന്നത്തെ നാടിന്റെ അവസ്ഥ ആദർശേട്ടൻ അറിയാലോ. ഇതുപോലൊരു കുട്ടിയെ കിട്ടിയ ആളുകൾ അതിനെ ഉപദ്രവിക്കുകയും വല്ല ഭിക്ഷാടനത്തിന് കൊണ്ടുപോവുകയും ചെയ്താലോ? ആ കുഞ്ഞിന്റെ ഉത്തരവാദിത്തമുള്ള ആളുകളെ കണ്ടെത്തി അവനെ സുരക്ഷിതമായി ഏൽപ്പിക്കുന്നതല്ലേ അതിന്റെ ശരി. ഇതിനൊന്നും പുറകെ നടക്കാൻ എനിക്ക് സമയമില്ല മീര. ഓഫീസ് കാര്യങ്ങളും സൂരജിന്റെ ഇഷ്യൂസും കൊണ്ട് തന്നെ ആവശ്യത്തിൽ കൂടുതൽ തലവേനെടുത്തിരിക്കുക. ഇനി വീണ്ടും പോലീസ് സ്റ്റേഷനിൽ കയറി നടക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് കൂടുതൽ ഭാരിച്ച ഉത്തരവാദിത്വങ്ങളൊന്നും ഏറ്റെടുക്കാൻ നിൽക്കാതെ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടേക്കതിനെ. അത് പോകേണ്ട സ്ഥലത്ത് ആ കുട്ടി തന്നെ പൊയ്ക്കോളൂ. ആദർശേട്ട പ്ലീസ്, ഞാൻ പറയുന്ന ആദർശേട്ടനൊന്ന് മനസ്സിലാക്ക്. ഈശ്വരനായിട്ട് എന്റെ മുന്നിൽ കൊണ്ട് എത്തിച്ചതല്ലേ ആ കുഞ്ഞിനെ. അപ്പൊ ഞാൻ അവനെ വഴിയിൽ ഉപേക്ഷിക്കുന്നത് ശരിയാണോ? ഞാനങ്ങനെ ചെയ്താ ഭഗവാൻ എന്നോട് പൊറുക്കോ? ശരി, മീരയ്ക്ക് ഇറക്കി വിടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനത് ചെയ്യാം. ആദർശേട്ടാ, നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമുക്ക് ഇന്നിവിടെ നിർത്തി കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് സുരക്ഷിതമായിട്ട് വീട്ടിൽ കൊണ്ടാക്കാം. പറയാനുള്ളത് ഞാൻ പറഞ്ഞു, ഇനി പറയുന്നില്ല, പ്രവർത്തിച്ച് കാണിക്കാം. ആദർശേട്ടാ, ആദർശേട്ടാ. എവിടെ കുട്ടിയോടെ? ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ കാണുന്നില്ലല്ലോ. മീര എന്റെ അടുത്ത് വന്ന തക്കത്തിന് എന്തെങ്കിലും എടുത്ത് കടന്നു കളഞ്ഞായിരിക്കും. അങ്ങനെ പറയില്ലേ ആദർശേട്ടാ, അതൊരു പാവം കുട്ടിയാ. തനിക്ക് എല്ലാവരും നല്ലവരും പാവമൊക്കെയാ. പക്ഷെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവിടുന്ന് ഇപ്പൊ എന്തൊക്കെ പോയിട്ടുണ്ടെന്ന് ദൈവത്തിനറിയാം. ഞാനൊന്ന് നോക്കട്ടെ.
സന്തോഷവും സമാധാനവും സമൃദ്ധിയും നൽകി അനുഗ്രഹിക്കണേ. ഇന്ന് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന ഉണ്ണിക്കണ്ണൻ ഒന്നും പറയാതെ അങ്ങ് പോയി. ആ കുഞ്ഞിന് ആപത്തൊന്നും വരുത്തല്ലേ ഭഗവാനെ. അവൻ എത്രയും പെട്ടെന്ന് അവന്റെ അച്ഛന്റെയും അമ്മയുടെ അടുത്ത് എത്താൻ സാധിക്കണേ. ആ മാമ്പഴം എനിക്ക് തരുമോ? തരല്ലോ. ഭഗവാനെ, എന്തൊരു അത്ഭുതം ഇത്. അപ്പോ ഉണ്ണിക്കണ്ണനായിട്ട് വന്നത് എന്റെ ഭഗവാൻ തന്നെയായിരുന്നു. ഈശ്വര, ഈ ദർശനം നീ എനിക്ക് തന്ന വിഷുക്കൈ നീട്ടമായിരുന്നു ഭഗവാനെ. എല്ലാം എടുത്തു വെച്ച് പൂട്ടിയിട്ടുണ്ട്. ഞാനെന്നാ പൊക്കോട്ടെ. ശരി. മീര, ഈസ്റ്റർ ദിനത്തിൽ മലയാളത്തിന്റെ മനസ്സറിഞ്ഞ പ്രിയ താരങ്ങൾ പ്രേക്ഷകർക്കിടയിലേക്ക്. ഒന്ന് മമ്മൂക്ക, രണ്ട് ചാക്കോച്ചൻ. പച്ച വെള്ളം കുടിക്കാൻ കിട്ടുന്നത് എന്റെ ഭാഗ്യമാണ്. പഴയ മിമിക്രിക്കാരനായിരുന്നു. അത് മറ്റേ സ്കിറ്റ് കളിക്കാൻ പോയിട്ടുണ്ട്. പിന്നെ സ്കിറ്റ് കളിക്കണത് വില്ലടിച്ചാൻ പാട്ടിന്റെ കൂടെയാണോ? സൗഹൃദത്തിന്റെ കഥ പറഞ്ഞ നിറസല്ലാപം അവസാന ഭാഗം ഏപ്രിൽ 20 ഞായറാഴ്ച ഈസ്റ്റർ ദിനത്തിൽ ഉച്ചയ്ക്ക് 1:30. ഞാനിപ്പോ മുകുന്ദനെ കുറിച്ച് ഓർത്തതേ ഉള്ളൂ. ആണോ? അത് കൊള്ളാലോ. വിഷുവിന്റെ തിരക്കിനിടയിൽ എന്നെ ഓർക്കാൻ എന്താണാവോ കാര്യം? ഇന്ന് ക്ഷേത്രത്തിൽ വന്നപ്പോ മുകുന്ദനെ കണ്ടില്ലല്ലോ. ആ, വിഷു അല്ലേ, നല്ല തിരക്കായിരുന്നു. കാണാതിരുന്നപ്പോഴേ ഞാൻ മനസ്സിൽ കരുതി തിരക്കായിരിക്കുമെന്ന്. എന്നാലും ഇന്ന് ഞാനിവിടെ ഉണ്ടാവുമെന്നറിഞ്ഞ് ഇപ്പോഴെങ്കിലും വന്നല്ലോ, അതിൽ സന്തോഷമുണ്ട്. ആയിക്കോട്ടെ, മീര സന്തോഷത്തോടെ ഇരിക്കുന്നു, അതാണ് എന്റെയും സന്തോഷം. ഇന്ന് വിഷുവിന്റെ പൂജയൊക്കെ ആയിട്ട് എല്ലാരും വന്നിരുന്നോ? ആദർശന്റെ വീട്ടിൽ നിന്ന് ആരും ഇല്ലായിരുന്നു. ബാക്കി എല്ലാരും വന്നു. അവർക്ക് ഇപ്പതാ പോയതേ ഉള്ളൂ. ഇന്നൊരു അത്ഭുതം ഉണ്ടായി മുകുന്ദേട്ടാ. എനിക്കത് മുത്തശ്ശിയോട് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ബാക്കിയുള്ളവർ എന്ത് കരുതുമെന്നോർത്ത് ഞാൻ പറഞ്ഞില്ല. പിന്നെ പറയാന്ന് കരുതി. എന്താ സംഭവിച്ചത്? രാവിലെ സ്വീറ്റ്സ് വാങ്ങാനായിട്ട് ഞാനൊരു കടയിൽ കയറി. അവിടെ വെച്ചൊരു കുഞ്ഞിനെ കണ്ടു. ആ കുട്ടി വിശക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി. എന്നിട്ട് വീട്ടിലെത്തിയപ്പോ കണി ഒരുക്കം കാണണോന്ന് പറഞ്ഞു. കണി കണ്ടപ്പോ അവിടെ വെച്ചിരുന്ന മാമ്പഴം വേണോന്ന് അവൻ പറഞ്ഞു. ഞാനത് അവന് കൊടുത്തു. അവിടെ വെച്ച് തന്നെ അവനത് കഴിച്ചു. പിന്നെ ചോറ് വേണോന്ന് പറഞ്ഞു. ചോറും തൈരും ഉപ്പിലിട്ട കണ്ണിമാങ്ങ അവന് ഇഷ്ടമെന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെയാ കൊടുത്തത്. ഞാൻ ആദർശേട്ടനോട് ഈ കാര്യമൊക്കെ പറഞ്ഞപ്പോ ആദർശേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞു. എന്നിട്ട് ആ കുട്ടിയെ ഉടനെ തിരിച്ചയക്കണമെന്ന് പറഞ്ഞ് കുട്ടിയുടെ അടുത്ത് ചെന്നപ്പോ അവിടെ ആരുമില്ല. ഇപ്പതേ ഇവിടെ പൂജ കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോ ഭഗവാന്റെ പാദത്തിനരികില് ആ മാമ്പഴം ഇരിക്കുന്നു. അത് ചിലപ്പോ ആ പൂജാരി വെച്ചതാണെങ്കിലോ? ഞാനത് പൂജാരിയോട് ചോദിച്ചു. അദ്ദേഹം അങ്ങനെ ഒരു നിവേദ്യം വെച്ചിട്ടില്ലെന്നാ പറഞ്ഞത്. ആഹാ, അപ്പൊ ഇന്ന് വിഷു സമ്മാനമായി ഭഗവാൻ തന്നെ നേരിട്ട് വന്നല്ലോ. മീരയ്ക്ക് സന്തോഷമായില്ലേ? ഒരുപാട് സന്തോഷമായി മുകുന്ദേട്ടാ. പക്ഷെ ഞാൻ ഇക്കാര്യം ആരോടെങ്കിലും പറഞ്ഞ ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ? ഞാൻ വിശ്വസിച്ചല്ലോ. മുകുന്ദേട്ടൻ വിശ്വസിക്കും. അതെനിക്ക് അറിയാവുന്നതുകൊണ്ടാ ഞാൻ മുകുന്ദേട്ടനോട് പറഞ്ഞത്. മുത്തശ്ശി അത് വിശ്വസിക്കും. അത് മതിയല്ലോ.
എന്തിനാ വെറുതെ മീര മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ നോക്കുന്നത്? അതിൻ്റെ ഒരു ആവശ്യമില്ല. എല്ലാ യഥാർത്ഥ ഭക്തരുടെയും ജീവിതത്തിൽ പലപ്പോഴും പല അത്ഭുതങ്ങൾ സംഭവിക്കും. അത് മറ്റാരോടും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ട ഒരാവശ്യമില്ല. ഈശ്വരൻ ഓരോരുത്തർക്കും നൽകുന്ന അനുഭവങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം അവർക്ക് മാത്രമുള്ളതാണ്. അതൊക്കെ മറ്റുള്ളവരോട് എത്ര പറയാൻ ശ്രമിച്ചാലും അവർക്കൊന്നും അത് മനസ്സിലാവില്ല എന്ന് മാത്രമല്ല, അതിനെ സംശയത്തോടെ വീക്ഷിക്കുകയും അപഗ്രഥിച്ച് വിശദീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഈശ്വരനെ അറിയാത്ത ഒരാളോട് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് എത്ര അർത്ഥശൂന്യമാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. മീരയുടെ അനുഭവങ്ങൾ മീരയുടേത് മാത്രമാണ്. അതൊരിക്കലും അതേ അളവിൽ മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. മുകുന്ദേട്ടൻ പറഞ്ഞത് ശരിയാ. അനുഭവങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ ധരിപ്പിക്കാൻ വാക്കുകൾക്ക് പരിധിയുണ്ട്. അതെ, ഭഗവാൻ അറിയാം ആർക്കൊക്കെ എന്താണ് വേണ്ടതെന്ന്. ഒരാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ ഒരിക്കലും അവസാനിക്കാത്ത വലിയ ആഗ്രഹങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ പറഞ്ഞു തീർക്കാനുണ്ടാവും എല്ലാവർക്കും. എന്നാൽ ഈശ്വരനെ നേടിയാൽ എല്ലാം നേടിയെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. വരം ചോദിക്കുമ്പോൾ ഭഗവാനെ എനിക്ക് നിന്നെ മാത്രം മതി എന്ന് പറയുന്ന ഭക്തനാണ് ഉത്തമ ഭക്തൻ. അങ്ങനെയുള്ള ഭക്തന്റെ കൂടെ എന്നും എപ്പോഴും ഈശ്വരനുണ്ടാവും. ഇന്ന് വിഷുവാണ്, നന്മയുടെ പുതിയ തുടക്കങ്ങൾക്ക് കണി കണ്ടുണരുന്ന ദിവസം. ഇന്ന് മീരയ്ക്ക് ഭഗവാൻ ദർശനം തന്നത് സഹജീവിയോടുള്ള കരുണ മീരയുടെ മനസ്സിൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. അതൊരിക്കലും നഷ്ടമാവാതെ സൂക്ഷിക്കുക. നന്മയും സ്നേഹവും സഹജീവികളോട് കരുണയും ഉള്ളവർക്ക് ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ജീവിതത്തിൽ നിറയും. ഈ വിഷു മീരയുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ദിവസമായതുപോലെ എല്ലാവർക്കും സൗഭാഗ്യത്തിൻ്റെയും ഈശ്വരാനുഗ്രഹത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നിറവിൽ നല്ലൊരു വിഷു ആവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.